അടുത്തിടെ ഇന്ത്യയിൽ വളരെയധികം ജനശ്രദ്ധ നേടിയ ഒന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു സമരം ഈ അടുത്തിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സമരം വേറൊരു രീതിയിലാണ് കലാശിച്ചത്. ഒടുവിൽ CJP നേതാവിനെ തൂക്കിയെടുത്ത് അവസാനം കൊണ്ടുപോവേണ്ട അവസ്ഥ ഉണ്ടായി. ഈ ഒരു കാര്യത്തിന് ഇപ്പോൾ ശക്തമായി എതിർത്തുകൊണ്ടും CJPക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവതാരകയായ രഞ്ജിനി ഹരിദാസ്. വിദ്യാഭ്യാസം മനുഷ്യനെ സംബന്ധിച്ച് പ്രധാന വിഷയമാണെന്നും അതിലെ പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള സമരത്തിനാലാണ് CJPയുടെ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുന്നത് എന്നാണ് രഞ്ജിനി പറയുന്നത്. വാങ്ചുക്കിനെ സമരവേദിയിൽ നിന്ന് കൊണ്ടുപോയത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. രാജ്യത്തിന് വേണ്ടി നല്ലൊരു കാര്യം ചെയ്യുന്ന ആളെയാണ് ഏറെ അനാദരവോടുകൂടി കൊണ്ടുപോകുന്നത്. യൂണിഫോം പോലും ഇടാത്ത ആളുകൾ വെള്ളത്തുണിയിൽ മൃതദേഹം കൊണ്ടുപോകും പോലെയാണ് അയാളെ തൂക്കിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് താൻ പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് രഞ്ജിനി ഹരിദാസ് പറയുന്നത്. ഏത് സമരമാണെങ്കിലും അതിന് ലക്ഷ്യം എന്താണെന്ന് നോക്കിയാണ് താൻ പിന്തുണയ്ക്കുന്നത്. നീറ്റ് പരീക്ഷയ്ക്ക് രാജ്യത്ത് വലിയ പ്രാധാന്യമുണ്ട്. ഗ്രാമങ്ങളിൽ കൂലിപ്പണി ചെയ്ത് മറ്റുമുണ്ടാക്കുന്ന പണം കൊണ്ടാണ് പലരും കുട്ടികളെ പഠിപ്പിക്കുന്നത്. കുട്ടികൾ ജീവനെടുക്കുന്ന സ്ഥിതി വരെ അവസാനം ഉണ്ടാവുന്നു. ഇതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സമരത്തിന് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പോലീസാണെന്നും യുവാക്കൾ ഇവിടെ എത്തിയത് അടിയുണ്ടാക്കാനല്ല, എന്നിട്ടാണ് ലാത്തി ചാർജും കണ്ണീർ വാതകവും ഉപയോഗിച്ച് അവരെ പോലീസ് നേരിടുന്നത്. തനിക്കും ലാത്തി ചാർജ് കിട്ടിയേനെ എന്നും അടി കിട്ടിയ കുട്ടികൾക്ക് വെള്ളം പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാണ് രഞ്ജിനി പറയുന്നത്. എന്നാൽ രഞ്ജിനി ഹരിദാസ് പിന്തുണയ്ക്കുന്നതോടുകൂടി സോഷ്യൽ മീഡിയയിലടക്കം രഞ്ജിനിയെ ഒരുപാട് പേർ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. ഇവൾക്കൊക്കെ വേറെ പണിയില്ലെന്നും വെറുതെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള നാടകമാണ് ഇതൊക്കെ എന്നുള്ള കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.